ഹായ് പറ. ഹായ്. എവിടാ പോന്ന നമ്മള്? അപ്പുറത്ത് പോന്നോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് തന്നെ ഇൻട്രോ പറയേണ്ടതായിരുന്നു. ഇനി നമ്മളൊരു യാത്ര പോവുകയാണ് വേളാങ്കണ്ണിയിലോട്ട്. അപ്പം അതിൻ്റെ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. കാറിനകത്തായി പോയി. ഹായ് പറ. ബായ് പറ. ബായ്. പിന്നെ കാണാമെന്ന് പറ. ഉറങ്ങിക്കോ? കണ്ണടച്ചോ? 1 മണിയായി. ഇനി ഉറങ്ങാൻ വയ്യ. രാത്രി ഒരു 10 മണിയോടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഈ കോഫി ഷോപ്പിൽ കയറിയപ്പം 1 മണി അടുപ്പിച്ചെന്തോ ആയി. കാരണം പ്രത്യേകിച്ച് വീഡിയോസൊന്നും രാത്രി സമയത്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു ഇത് തന്നെയല്ലേ എടുക്കുന്നത്. കുറേ വണ്ടികളും സ്ഥലങ്ങളൊന്നും കൂടുതൽ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതുപോലെ എവിടെയെങ്കിലും ചായ കുടിക്കാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് ഇത്രയും നേരം കാറിനകത്തിരുന്നപ്പോഴത്തേനും ആൾക്കാർ കുരുത്തക്കേടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കളിച്ച് ഒക്കെ പതുക്കെയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. കാരണം ഇനിയും ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇത് നാഗർകോവിൽ ആ ഒരു സൈഡ് എത്തിയപ്പോഴാണ് നമ്മളവിടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പം കുറച്ച് നേരം അവിടെ കുറേ നേരം നിന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തത് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയും ദൂരം പൊന്നൂസ് എങ്ങനെ ഇരിക്കും എന്നറിയില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ലോങ് ഡ്രൈവ് പൊന്നൂസിനെ കൊണ്ട് പോകുന്നത്. നോക്കാം. അങ്ങനെ ഇറങ്ങ്, പേടിക്കാതെ ഇറങ്ങെങ്കിലേ, ഇല്ലെങ്കിൽ അത് ഇല്ല. ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ എത്രത്തോളം അത് അറിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ രാത്രി സമയത്ത്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ക്യാപ്ചർ ചെയ്തത്. നേരം വെളുക്കാറായി വരുന്നു. നമ്മൾ വഴിയിൽ നിർത്തിയാണ് പോകുന്നത്. കാരണം ചേട്ടനും 5 ദിവസത്തെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഉടനെ ഇങ്ങനെ ലോങ് ട്രിപ്പിന് പോകുന്നത്. സോ അപ്പം വഴിയിൽ നിർത്തി കുറച്ചൊക്കെ ഒന്ന് കിടന്നിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ തിരക്കി അവസാനം ഒരു ഹോട്ടൽ കിട്ടി. പക്ഷേ അവിടെ ആ സമയത്ത് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്ത് ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലം അറിയില്ല അവിടെ വന്ന് നിൽക്കുക. പൊന്നൂസ് കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് പൊന്നൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്നേഹനിധിയായ ഭർത്താവ് കൊച്ചിന് ഫുഡ് കൊടുത്ത് സഹായിക്കുന്നു. എന്തുവാ? എനിക്ക് തരുമോ? കടിച്ചില്ല. കടിയടി ചിക്കച്ചേടാ, ചേട്ടാ ഒന്ന് സ്ലോ മോഷനിൽ തിരിഞ്ഞ. നല്ല വെയില്. ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നവർക്ക് സ്ഥലത്തിൻ്റെ പേര് താണ്ടേ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചത് രാവിലെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്.